+1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരോ അവരുടെ പാരൻസോ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടേക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഇല്ലിനിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. QS റാങ്ക്, അതായത് വേൾഡ് റാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 500 to 600 ലെവൽ വരുന്ന ഒരു കോളേജാണിത്. ഇതൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നതിന് ശേഷം ഒരുപാട് പുറത്തെ കോളേജുകളൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ക്യാമ്പസസ് തുറക്കുന്നുണ്ട്. UK ഓൾറെഡി കുറച്ച് വന്നു കഴിഞ്ഞു. UK ഓസ്ട്രേലിയയും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റലിയും ഒക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആദ്യമായി വരാൻ വേണ്ടിയിട്ട് അനുമതി കിട്ടുന്ന കോളേജാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാമ്പസ് തുടങ്ങുന്നത് മുംബൈയിലാണ്. UG ലെവലും PG ലെവലിലും ആയിട്ട് ഇവർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ UG ലെവലിൽ ഏതൊക്കെ കോഴ്സുകളെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ബിസിനസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ബിസിനസ് മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള 4 കോഴ്സുകളാണ് ഇവർ, കുറച്ച് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യത്തെ വർഷം. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫീസ്, സ്കോളർഷിപ്പ് സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്, അഡ്മിഷൻ പ്രൊസീജിയർ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അധികം അപ്ഡേറ്റ്സ് ഒന്നും നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു അമേരിക്കൻ ടൈം ലൈൻ ആയിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നത്. ഒരുമാതിരി സെപ്റ്റംബർ ഒക്കെ ഓഗസ്റ്റ് ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഇവർ തുടങ്ങുന്നത്. അപ്പോൾ അവർ പതുക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി വരുന്നതേ ഉള്ളൂ. നമുക്കൊരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും അതിന്റെ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ ബേസിക്കലി നമ്മൾ ഇതിന്റെ ഒരു പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ പറയാന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഐലറ്റ്സ് സംഭവങ്ങളൊന്നും വേണ്ടി വരില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓൾറെഡി UK എന്നൊക്കെ കുറച്ച് കോളേജുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടണിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, നിങ്ങൾ ICSE CBSE സിലബസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്നുള്ള സർട്ടിഫിക്കറ്റ് വെച്ചാൽ ഐലറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാമായിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവെ നമ്മൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്ലസ് കഴിഞ്ഞ് പോകുകയാണെങ്കിൽ SAT എന്ന് പറഞ്ഞൊരു പരീക്ഷയ്ക്ക് എഴുതണം. ഒരു പക്ഷേ അതും ഓപ്ഷണലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ കറക്റ്റ് ഒരു നമ്പർ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി എന്തായാലും നല്ല ഹൈ ഫീസ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ സാധനത്തിനെ കൺസിഡർ ചെയ്യാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല കത്തി ഫീസായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. പക്ഷേ ഇത് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവിടെ ഒരു കാര്യമുണ്ട്. കാരണം അഥവാ ഒരു ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഒരു ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സ്കോളർഷിപ്സ് കൊടുക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വേറൊരു കാര്യം കൂടിയും, ഫസ്റ്റ് ഇയർ ആണ്, ആദ്യത്തെ വർഷമാണ്, കോമ്പറ്റീഷനൊക്കെ നല്ല കുറവായിരിക്കും. എനിവേസ് നിങ്ങൾക്ക് അതിൽ സ്കോളർഷിപ്പ് വെച്ച് കിട്ടുകയാണെന്ന് ഈ കോഴ്സ് എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അവിടെ തന്നെ പ്രോസസ് ആയിരിക്കും. പിന്നെ നല്ലൊരു എക്സ്പോഷർ കിട്ടും നമുക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് പിന്നെ ഹയർ സ്റ്റഡിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അമേരിക്കയിൽ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇത് ഇഷ്ടംപോലെ ഇന്ത്യൻസ് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ അമേരിക്കയിലത്തെ ഒറിജിനൽ യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത്. അവിടെ 20% സംതിങ്ങിന് മീതെ ഇന്ത്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ കുറേ പേര് ഈ IIT ഒക്കെ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ താല്പര്യമുള്ളവരോ, ഇപ്പോൾ എന്താ പറയുക, പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ ആഗ്രഹമായിട്ട് അത് നടക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ, പറയുന്ന പോലെ അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ അത്തരത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അത്രേ ഉള്ളൂ. ഇതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ഒഫീഷ്യൽ ലിങ്ക് സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.